ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിനിട്ട് നല്ലൊരു പണി കൊടുക്കാനായിട്ടുള്ള മധുശ്രീയുടെയും ചന്ദ്രബോസിൻ്റെയും ഒത്തുകൈയാണ്. നമ്മൾ ഇന്ന് വരെ കണ്ട പണിയൊന്നുമില്ല, വിഷ്ണുവിനെ തന്നെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് ഇനി അവർ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ പോരാത്തിന് വലിയൊരു ഹൈലൈറ്റ് ഇന്ന് രാത്രിത്തെ എപ്പിസോഡ് നമ്മുടെ സുസ്മിത, അതായത് നമ്മുടെ ബാക്ക് ടു ബാക്ക് നമ്മുടെ വില്ലത്തി നമ്പർ 1ൻ്റെ ഒരു എൻട്രിയാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നത് കമൻസ് ഷെയർ സ്ലൈസിന് ആരും മറക്കണ്ട. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം കോടതിക്ക് എന്താണ് ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസ് ഇനി 15 ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കിയുള്ള എന്താണ് ട്രയൽ പ്രൊസീജിയേഴ്സ് എന്ന് വന്നിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുവാണ്. അപ്പം ഇവരെല്ലാവരും എന്താണ് കോടതി പിരിഞ്ഞ് ഇറങ്ങുന്നു. ആ സമയത്ത് അർജുൻ ശങ്കറും അതുപോലെ തന്നെ നമ്മുടെ അമീർ അബ്ദുള്ളയും നേർക്ക് നേർ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അതായത് അമീർ അബ്ദുള്ളയോട് അർജുൻ പറയുന്നത്, ഈ വട്ടം ഞാൻ ഡിഫൻസിലേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലേ അമീർ അബ്ദുള്ള, അല്ലെങ്കിൽ ഇനി ഞാൻ വെള്ളം കുടിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുമ്പം അമീർ അബ്ദുള്ള തിരിച്ചും വെല്ലുവിളിക്കുകയാണ്. അതിന് വെള്ളം കുടിക്കാനൊക്കെ ആരാ കുടിക്കുന്നുള്ളത്, കാർത്തിക ജീവിച്ചിരിപ്പുണ്ട്, ആ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് കാർത്തിക അല്ല എന്ന് അർജുൻ ശങ്കർ ആദ്യം തെളിക്കുക. അന്നേരം നമുക്ക് കാണാം ആരാ വെള്ളം കുടിക്കാൻ പോകുന്നതെന്ന് പരസ്പരം രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പുറത്തേക്ക് എന്താണ് വിഷ്ണുവിന് കയ്യിൽ എന്താണ് വെച്ചത്, ഹാൻഡ് കഫൊക്കെ കാണിച്ച് വിഷ്ണുവിനെ എന്നാൽ പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇപ്പോൾ ചന്ദ്രബോസ് ഉണ്ട്. അപ്പം വിഷ്ണുവിനെ ആദ്യം തന്നെ കാണുമ്പോഴത്തേക്കും നമ്മുടെ രോഹിത്തും അതുപോലെ സത്യഭാമയിൽ നിന്ന് രോഹിത്ത് അവിടെ മാറി നിൽക്കുകയാണ്. സത്യഭാമയാണ് മോനെ വിഷ്ണു അമ്മയുടെ ഒന്ന് നോക്കടാ, അമ്മയൊന്ന് നോക്കടാ, സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ എന്താണ് ഭയങ്കര പൂങ്കണ്ണീർ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രബോസിൻ്റെ മനസ്സിൽ ഓ ഇതിനൊരു അവസാനമില്ലേ, ഈ സ്നേഹപ്രകടനം നടത്തി ഇതുവരെ തീരാറായില്ലോ, ഇവരെ ഈ മോന്ത കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കലികാൻ നിൽക്കുമ്പോഴാണ്. അപ്പം സത്യഭാമ ഒരു അക്ഷരം ചോദിച്ചിട്ട് പോലും വിഷ്ണു എന്താണ് സത്യഭാമയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. സത്യഭാമയുടെ മുന്നിൽ തന്നെ മുഖം മാറ്റി പിടിച്ച് എന്താണ് രോഹിതൻ നോക്കി രണ്ട് വർത്താനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു. അപ്പം വിഷ്ണു എന്താണ് രോഹിതൻ്റെ സംസാരിക്കുമ്പം രോഹിത് പറയുന്നുണ്ട്, ബ്രോ വിഷമിക്കേണ്ട, ശാലിനി എന്താണ് ബ്രോനെ രക്ഷപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ശാലിനിയുടെ ഉണ്ട്. അപ്പം ശാലിനി വരുമ്പോഴത്തേക്ക് അടുത്ത ചന്ദ്രബോസിന് എന്താണ് അവിടെ നിൽക്കാൻ വയ്യോ, ഇനിയിപ്പോൾ ഇതും കൂടെ കാണാം, ഞാൻ കൂടെ ഈ മാറി നിൽക്കാടോ, ഇതിപ്പോൾ എന്തുവാ എല്ലാണും ഇത് വീടാണോ, എല്ലാവർക്കും തമ്മിൽ പരസ്പരം സംസാരിക്കാനൊക്കെ നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഒരു പരിധിയുണ്ട് എന്നിട്ട് ചന്ദ്രബോസ് നേരെ ജീപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കുക. അപ്പം ശാലിനി നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓപ്പോസിറ്റ് നമ്മുടെ സത്യഭാമ ഉണ്ട്, തൊട്ടടുത്തടുത്ത് നിൽക്കുന്നത്. കാരണം രണ്ടുപേരും പറയുന്നത് കേൾക്കാം. അപ്പോൾ ശാലിനിയെ കാണുന്നത് വിഷ്ണു എന്താണ് ശാലിനിയോട് സംസാരിക്കുന്നുണ്ട്. ശാലിനി അർപ്പെടുക്കുക, വിഷ്ണുവായിട്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഷാലിനി, കാരണം താൻ എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന, താൻ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് വേണ്ടി നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ എനിക്കറിയാം. താൻ എന്തിനാണോ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്, ഇതിനൊക്കെ പകരം തരാൻ എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ ഷാലിനി, മറ്റൊന്നും തന്നെ എനിക്കില്ല എന്ന് പറഞ്ഞ് വിഷ്ണു എന്താണ് ശാലിനിയോട് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സത്യഭാമ കലി കൊണ്ട് നിൽക്കുകയാണ്. കാരണം സത്യഭാമ മോനെ മോനെ എന്ന് വിളിച്ചിട്ട് പോലും ഒരു അക്ഷരം മുഖത്തേക്ക് പോലും നോക്കാത്തവനാണ് ഇവിടെ ഷാലിനിയുടെ ഇത്ര പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിക്കകത്താണ് സത്യഭാമയുടെ ദേഷ്യം. അപ്പം ശാലിനി സത്യഭാമയുടെ മുഖം അന്നേരം മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവിടെ ഇതൊക്കെ എൻ്റെ കടമയാണ്, ഇതിൻ്റെ കർത്തവ്യമാണ്, ഞാൻ ചെയ്തിരിക്കും, ഇതിനകം നമ്മൾ തെളിച്ചിരിക്കും വിഷ്ണു കേട്ടാ, കാർത്തിക അല്ല നെട്ടൂർ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായി തെളിച്ചിരിക്കും. വിഷ്ണുവിൻ്റെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, കേസ് നമുക്ക് അനുകൂലമായി. എടോ എനിക്ക് വിധിയൊക്കെ മുൻകൂട്ടി തന്നെ കണ്ണി കാണാൻ പറ്റും, കാരണം താനല്ലേ എനിക്ക് വേണ്ടി എന്താണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. എടോ എനിക്ക് തന്നെ സ്നേഹം മാത്രമേ ഉള്ളൂ, ആ സ്നേഹം പോലും ഇപ്പം എന്താണ് ബലങ്ങൾക്കും അഴിക്കും ഇടയിലായി അകപ്പെട്ടിരിക്കുകയെന്നുള്ളതെന്ന് പറഞ്ഞ് വിഷ്ണു പറയുമ്പോൾ അത് രണ്ടൊരു കുത്താണ്. ഒന്ന് അമ്മയുടെ എന്താണ് ചങ്ങലയ്ക്കുള്ളിലായി പോയി എന്നുള്ളതും, ഒന്ന് അതുപോലെ പോലീസിൻ്റെ വിലങ്ങിൻ്റെ അകത്തായി എന്നുള്ളതിൻ്റെ ആ ഒരു രണ്ട് കുത്തലിനകത്ത് ദ്വയാർത്ഥത്തിനകത്താണ് വിഷ്ണു പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുമോ, സത്യഭാമ നോക്കുന്ന പോലെ തന്നെ ചന്ദ്രബോസ് നോക്കിയോ, ഓ ഇത് തീർന്നില്ലല്ലോ, എന്തുകൊണ്ടോ നമ്മൾ എത്ര നേരം കാത്തിരിക്കും. അങ്ങനെ ചന്ദ്രബോസ് എന്താണ് ഇനി ഇവിടെ തന്നെ നിന്ന ശാലിനി വിഷ്ണുവിൻ്റെ പ്രണയ ജോഡി കുറേ നേരം കാണു വരുന്നുണ്ട്. നമ്മുടെ ചന്ദ്രബോസ് തന്നെ ശാലിനി വിഷ്ണു നിൽക്കുന്ന അടുത്തേക്ക് അങ്ങ് വരും. അപ്പോൾ ചന്ദ്രബോസ് എന്നിട്ട് പറയാം, മാഡം ഒന്നും വിചാരിക്കണം, മാഡത്തിന് ഒരു കെറിവും തോന്നില്ല, ഇതിപ്പം കുറേ നേരമായി, സാധാരണ ഒരു പ്രതി ഞങ്ങൾക്ക് ഹാജരായി കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുപോകേണ്ട സമയമായില്ലേ മാഡം, ഇതിപ്പോൾ എത്ര നേരമായി, ആരൊക്കെയാണ് ആരെ കാണാൻ അനുവദിക്കുന്നത്, അമ്മ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി ഇങ്ങനെ എത്ര പേരാണ്, ഇതിപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ അനുവദിക്കില്ല, ഇതൊക്കെ ആരെ കാരണം, ഇതൊക്കെ മാഡത്തിന് ഒരാളുടെ മുഖം നോക്കി മാത്രം, ജില്ലാ കളക്ടറല്ലേ, അതുകൊണ്ട് മാഡത്തിൻ്റെ മുഖം നോക്കി മാത്രം അനുവദിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, ഇതൊന്നും റൂൾസിൽ പെടുന്നില്ല എന്നുള്ള കാര്യം മാഡത്തിന് തന്നെ അറിയാമല്ലോ. പിന്നെ ഞങ്ങളെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, ഞങ്ങൾ വിഷ്ണുവിന് എന്താണ് കൊണ്ടുപോകുന്നതിന് നേരെ വിഷ്ണുവിന് എന്താണ് ചന്ദ്രബോസ് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം ചന്ദ്രബോസിന് എന്താണ് ശാലിനി നോക്കുന്നത്, ചന്ദ്രബോസിന് നേരൊക്കെ ഒരു കാര്യം പറയുന്നുണ്ട്, പിന്നെ ഇതൊക്കെ നാളെ ഒരു സഹായം ഇങ്ങോട്ടേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയാണ്, ഇതൊക്കെ മാഡത്തിൻ്റെ മുഖം നോക്കി അനുവദിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ശാലിനി ഒന്നും മിണ്ടുന്നില്ല. അപ്പം വിഷ്ണുവിനെ എന്നാൽ ജീപ്പി കയറ്റുമോ. അപ്പം ജീപ്പി കയറ്റുന്ന സമയത്തിൽ നേരെ ഇതൊക്കെ നോക്കി നിൽക്കുന്ന വേറൊരാളെന്ന് പറയാൻ നമ്മുടെ സത്യഭാമയാണ്. കാരണം എന്നോട് ഒരു വാക്ക് പോലും എൻ്റെ മോൻ പറയാതാണല്ലോ പോയത്. അപ്പം വിഷ്ണുക്കെന്നും സത്യഭാമ എന്താണ് ആശ്വസിക്കാൻ ശാലിനി നിൽക്കണം. ശാലിനി പറയും, സത്യഭാമ വിഷ്ണുവേട്ടൻ പിണക്കൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ ആ മനസ്സിൻ്റെ ഭയങ്കര ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട്, കാരണം ജയിലിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് താൻ ചെയ്യാത്ത കുറ്റം തൻ്റെ തലയിൽ വന്ന് വീണതിന് അതെൻ്റെ എല്ലാ മാനസിക സംഘർഷത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെ സത്യഭാമയോട് പെരുമാറുന്നത്. സത്യഭാമയോടുള്ള വിഷ്ണുവേട്ടൻ്റെ സ്നേഹമൊന്നും ഒറ്റയടിക്കൊന്നും അവസാനിച്ച് പോകുന്നില്ല, അതൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ വിഷ്ണുവിൻ്റെ താൽക്കാലികമായിട്ടുള്ള എന്താണ് ആ ഒരു മാനസിക ഞങ്ങൾ വളരെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വിഷ്ണുവിനെ കടന്നു പോകുന്നതുകൊണ്ടാണ് വിഷ്ണുവിനെ ഇങ്ങനെ പെരുമാറുന്നത്. അതൊക്കെ മെല്ലെ മാറി സത്യമതി വിഷമിക്കണം പറയുമ്പോൾ സത്യഭാമയ്ക്ക് എന്താണ്, അമ്മയ്ക്ക് എപ്പോഴും ഈ ഓന്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് ഷാനി എന്തൊക്കെ നല്ലത് പറഞ്ഞാലും ഷാനിയോട് എന്താണ് എൻ്റെ മകനെ തട്ടിയെടുത്ത് എന്ന ആ ഒരു വിചാരത്തിൽ തന്നെ എന്താണ് മനസ്സിൽ ആ ദേഷ്യം അങ്ങ് മുഖത്ത് നന്നായിട്ട് കാണാൻ പറ്റും.
നമ്മുടെ സ്റ്റേഷൻ പരിധിയിലേക്ക് നമ്മുടെ വിഷ്ണുവിനെ എന്താണ് ചന്ദ്രബോസ് കൊണ്ടുവന്നത്. അപ്പം ചന്ദ്രബോസ് ആ സ്റ്റേഷൻ്റെ വാതിലിൽ വന്ന് ഇറങ്ങുന്നതും വിഷ്ണുവിന് കാറിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിനെ കാണുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് തന്നെ മധുശ്രീ കാറുമായിട്ട് വന്നിരിക്കുമോ. മധുശ്രീ മനസ്സിനകത്ത് ചിന്തിക്കുന്ന കാര്യം ഇതാ, ഓ നായിക ഒരറ്റം സങ്കടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, നായകനാണെങ്കിലും കാലഗ്രഹത്തിൽ, സിനിമയിലാണെങ്കിൽ നല്ലൊരു എന്താണ് ഡ്യുവറ്റ് സോങ്ങിനുള്ള അവസരം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനെന്നൊക്കെ വന്നിട്ട് ഇവരെ മനസ്സ് നോക്കിക്കോ. എന്നാൽ ഈ ഭയങ്കര കലിക്കകത്താണ് ഈ മധുശ്രീ നോക്കിക്കൊണ്ടിരുന്നത്. മധുശ്രീയെ കണ്ടിട്ട് ചന്ദ്രബോസ് മനസ്സിൽ ചിന്തിക്കുന്നത്, ഇവളെന്തോ ഇങ്ങോട്ടേക്ക് തന്നെ വന്നിരിക്കുന്നത്, ഇവർക്ക് ഇതുവരെയൊക്കെ ഒപ്പിച്ചതൊന്നും മതിയായില്ലേ, അഹങ്കാരം എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട് മധുശ്രീയെക്കുറിച്ച് തന്നെ നമ്മുടെ ചന്ദ്രബോസ് ചെയ്യും, എന്തായാലും വേണ്ട, ഇവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നതെന്നൊന്നും അറിയത്തില്ല, ഇവളോട് നല്ല രീതിക്ക് നിൽക്കാം, വിഷം പാമ്പാണ്, കാരണം തിരിച്ചു കുത്തുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് നല്ലപോലെ ചിരിച്ചും പറഞ്ഞ് നിന്നില്ലെങ്കിൽ തിരിച്ച് എനിക്ക് തന്നെയായിരിക്കും പാല് തരുന്നത്. എന്നിട്ട് ചന്ദ്രബോസ് എന്താണ് ഒരു മഞ്ഞിച്ച് ചിരിയായിട്ട് നേരെ മധുശ്രീയുടെ ചെയ്തലുമാണ്. കണ്ട ഒരു ഭാഷയ്ക്ക് മധുശ്രീയുടെ മുന്നിൽ തന്നെ വെച്ച് വിഷ്ണുവിന് 4 ഡയലോഗ് കാച്ചുവാണ് ഈ ചന്ദ്രബോസ്. വിഷ്ണുവിൻ്റെ കലിപ്പിച്ച രീതി സംസാരിക്കുകയാണ്. എടാ, ഇനി 15 ദിവസത്തെ കാര്യം നിൻ്റെ മറ്റവർക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും അവൾക്കൊരു തെളിവ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റില്ല, കാരണം കേസ് ഇട്ടതേ ഞാനാണ്, നിനക്ക് പുറത്തിറങ്ങാൻ ഒരു രീതിയിലും പഴുതില്ലാത്ത രീതി ഫുൾ അടച്ചിരിക്കുകയാണടാ, അതുകൊണ്ട് നീ ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പോകുന്നില്ല, നിൻ്റെ എല്ലാ കാര്യം ഇതോടെ അവസാനിച്ച്, ഇനി നിൻ്റെ കളക്ടർ കൊച്ചമ്മ എന്തൊക്കെ വെള്ളം കോരിയാലും ഒരു രീതി നടക്കത്തില്ല എന്ന് വിഷ്ണുവിനടുത്ത് ഭയങ്കര പരുക്കൻ സ്വഭാവത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന ചന്ദ്രബോസ് നേരെ വിഷ്ണുവിനെ കൊണ്ടുവന്ന് നേരെ സെല്ലിൽ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിന്ന് സംസാരിക്കുന്ന മധുശ്രീയുടെ, അപ്പം മധുശ്രീയുടെ സംസാരിക്കാൻ ചന്ദ്രബോസ് പോകുന്നതും രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് വിഷ്ണു എന്താണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ മധുശ്രീ എന്താണ് സംസാരിക്കുന്നത്, എന്തുവായി സാറേ കാര്യങ്ങൾ ഇതൊക്കെ, അപ്പം ഇതൊക്കെ എവിടം വരെ എത്തും, അതൊന്നും പറയണ്ട, അവൾ കുറേ കിടന്ന് വെള്ളം കോരിയാലും ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് വാക്ക് കൊടുക്കും. പക്ഷേ അങ്ങനെയല്ല, അവളെ നമ്മൾ സൂക്ഷിക്കണം, അവൾക്കൊരു രാക്ഷസ ബുദ്ധിയാണ്, എവിടുന്ന് നമ്മൾ ചിന്തിക്കാതെ പല ആംഗിളിൽ നിന്നും പലതും ഒപ്പിച്ചുകൊണ്ട് വരുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ പോരാത്തതിന് അവളെ കളക്ടർ ബുദ്ധിയും അവളുടെ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം കൂടെ അവൻ ഭയങ്കര രീതിയിലുള്ള ഒരു എഫക്റ്റാണ് സാധനം. നമ്മൾ എന്തൊക്കെ ലാസ്റ്റ് ചെയ്ത് കൂട്ടിയാലും ലാസ്റ്റ് ഇതുങ്ങൾ തന്നെ രക്ഷപ്പെട്ട് വരും. അതല്ലേ സുസ്മിതയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുസ്മിതയുടെ കാര്യം ചോദിക്കാൻ മധുശ്രീ, സുസ്മിത എപ്പോഴെങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങും, അവളുടെ കാര്യമൊന്നും പറയാതിരിക്കും നല്ലത്, അവളെ കൊണ്ടുപോയി ഇടുന്ന ഓരോ സെല്ലിലും ഓരോ ജയിലർമാർക്ക് തന്നെ പ്രശ്നം, അവൾ നിൽക്കുന്ന അവിടെ ആർക്കും സൂപ്പർവൈസറായിട്ട് പോകാൻ താല്പര്യമില്ല, കാരണം ഇവളെടുത്തിട്ട് ഇടിയും ചാമൂലൊക്കെ വന്നിട്ട് സുസ്മിതയുടെ ജയിൽ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ സുസ്മിത എന്താണ് ജയിലിലെ വേഷമൊക്കെ അണിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന പോലീസുകാരൊക്കെ എടുത്തിട്ട് 2 ചാമ്പലൊക്കെ ചാമ്പുന്നതാണ്, ഇടി ഇങ്ങോട്ടേക്ക് വന്ന് വന്നിട്ട് അവിടെ 4 ഇടിക്കുന്നതൊക്കെ ആയിട്ട് നല്ലൊരു ഗുണ്ടാ പ്രവർത്തനം നിൽക്കുന്ന സുസ്മിതയാണ് കാണിക്കുന്നത്. പിന്നെ അവൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് എൻ്റെ കാര്യം വളരെ കഷ്ടത്തിൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പിന്നെ ശാരദാമ്മയുടെ കാര്യം, ശാരദാമ്മയുടെ പ്രാർത്ഥനയൊക്കെ ഫലം കൊണ്ട് വിഷ്ണുവിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് നമ്മൾ എന്തൊക്കെ കൂട്ടിയാലും ഇതുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചന്ദ്രബോസ് മധുശ്രീ സംസാരിക്കും. മധുശ്രീ പറയാണ്, ഈ ശാലിയെ നമുക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തേയില്ല, ശാലിയും ശാരദാമ്മയുടെ പ്രാർത്ഥനയും ഒക്കെ ആകുമ്പം നമ്മൾ ചിലപ്പം കളി തോക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ചിറ്റപ്പൻ പറഞ്ഞ നേരാണ്. സുസ്മിത അകത്തായിപ്പോയി. അപ്പോൾ സുസ്മിത പുറത്തിറങ്ങുന്ന കാര്യം എന്തെങ്കിലും ഒരു തീരുമാനമായോ എന്ന് ചോദിക്കുമ്പോൾ, അവളെ പുറത്തിറക്കാൻ വേണ്ടി കുറേ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവായത്, അവൾ അകത്തായതോടെ എൻ്റെ കാര്യമൊക്കെ അവതാളത്തിലായി, എൻ്റെ വീടിൻ്റെ പണി അതിൽ പാതി കൊണ്ട് നിൽക്കുവാണ്, ഇതുവരെ ഒന്നും പ്രോഗ്രസ് ആയില്ല, അവളിനി പുറത്തിറങ്ങിയിട്ട് വേണം മുടക്കിയതും തിരിച്ചിരട്ടിയൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവളൊന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. എന്തായാലും അവൾ ഇറങ്ങുമ്പോൾ ഒരു ബിറ്റായിരിക്കും, അവളിനി പുറത്തിറങ്ങിയാൽ കാണിച്ചു വിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് സുസ്മിത തന്നെ വീണ്ടും കാണിക്കുവാണ്. അപ്പോൾ മധുശ്രീ പറയുന്നുണ്ട്, അവളും കൂടെ ഇറങ്ങട്ടെ, അവൾ ഇറങ്ങുമ്പോഴേ അവൾക്കൊരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ ഒന്നീ വിഷ്ണു അല്ലെങ്കിൽ ശാലി രണ്ടിലൊരെണ്ണത്തിൻ്റെ ഉയരെടുത്ത് നമുക്ക് ആ വാർത്തയുടെ സന്തോഷം കൊടുത്താലോ. അപ്പം ചിറ്റൻ പറയുന്നുണ്ട്, ചന്ദ്രബോസ് പറയുന്നുണ്ട്, അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് അതെങ്കിൽ പുറത്തിടക്കുന്ന ശാലിനേക്കാളും നമുക്ക് വളരെ എളുപ്പം വിഷ്ണുവാണ്, കാരണം ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലില്ല. അങ്ങനെ തന്നെ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ പണി അങ്ങ് തീർത്താലോ, അതിനുവേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരെ പുറത്തുനിന്ന് ഇറക്കാം. ചിറ്റപ്പൻ ഒരു കാര്യം ചെയ്താൽ മതി, അവരുടെ പേര് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അവർ തൽക്കാലം ഒരു ദിവസത്തേക്ക് വന്ന് വിഷ്ണുവിനെ ലോക്കപ്പിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി പണിയൊക്കെ അവന്മാർ ഒരു ഈച്ച പോലെ അറിയാതെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആക്കിയിട്ട് നാളെ ദിവസം അവന്മാർ പുറത്തിറങ്ങിക്കോളും, അതിനൊരു കണ്ണടച്ച് മാത്രം കൊടുത്താൽ മതി പറയുമ്പം നമ്മുടെ ചിറ്റൻ പറയുന്നില്ല, അത് ശരിയാകത്തില്ല, കാരണം വീട് സരസ്വതിയെ നാളെ നിന്ന് ചതിച്ചാൽ ഇന്ന് കോടതി സംഭവിച്ച പോലെ പല കാര്യം സംഭവിക്കും, എന്തിനാണ് ഈ പുറത്തുനിന്ന് ആൾക്കാർ, ഇതിനൊക്കെ ഞാൻ തന്നെ മതി, പണ്ടേ എന്നെ ഈ കാണുന്ന പ്രായമൊക്കെ എനിക്കിപ്പോൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും ഇപ്പോഴും എൻ്റെ ഉശിരൊന്നും ഒരു കുറവുമില്ല, നല്ല ക്രിമിനൽ ബുദ്ധിയും ഞാൻ അതുപോലെ തന്നെ കാട്ടുപന്നിയും കാട്ടുപോത്തിൻ്റെ ഒക്കെ പിറകെ നല്ല ഓട്ടിച്ചിട്ട് പിടിച്ചിട്ടുള്ളവൻ തന്നെയാണ് ഞാൻ. എനിക്ക് വിഷ്ണുവൊക്കെ നിസ്സാര കാര്യം, അത് എൻ്റെ ലോക്കപ്പിൻ്റെ അകത്ത്, അവൻ്റെ കാര്യം ഞാനും ഏറ്റു എന്ന് പറഞ്ഞിട്ട് മധുശ്രീ പറയും, ചിറ്റപ്പൻ തന്നെ ചെയ്യുമോ, ഞാൻ തന്നെ ചെയ്യാടി. മധുശ്രീക്ക് വാക്കും കൊടുത്ത് ചിറ്റപ്പൻ നേരെ എന്നാൽ അകത്തേക്ക് കയറിച്ചിരുന്ന് ഈ പറയുന്ന ചന്ദ്രബോസിൻ്റെ സ്വഭാവം ആകെ പടങ്ങി മാറി. വിഷ്ണുവോട് ഭയങ്കര സ്നേഹം. വിഷ്ണു സാറേ, പിന്നെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ അകത്ത് സൗകര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, എനിക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് കട്ടിലോ മെത്തയും തരാനൊന്നും പറ്റത്തില്ല, ശാലിനി മാഡത്തിൻ്റെ വലിയ ആളല്ലേ, ശാലിനി മാഡത്തിൻ്റെ ഹൃദയം അല്ലേടോ ഇവിടെ നിൽക്കുന്നത്, അപ്പം നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കളക്ടറെ പണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാകുന്നില്ല, അവിടെ നിൽക്കുന്ന വേറെ കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാകും ചന്ദ്രബോസ് എന്താ പെട്ടെന്ന് ഇങ്ങനൊരു വലിയൊരു മാറ്റം. വിഷ്ണു ചിന്തിക്കുന്നുണ്ട്, മധുശ്രീ എന്ന് അവളോട് സംസാരിച്ചതിന് ശേഷമാണോ ഇവൻ ഇത്രയും വലിയ മാറ്റം, ഇതിൻ്റെ പിറകിൽ എന്തോ സംതിങ് എന്താണ് ഫിഷി ആയിട്ടുണ്ട്, ഇതിൻ്റെ പിറകിൽ എനിക്കിത് എന്തോ പറയുന്നത്, സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന്മാരൊരു പണി തരും തന്നെ വിഷ്ണു മനസ്സിൽ ചിന്തിക്കുക. കാരണം ചന്ദ്രബോസ് കഴിഞ്ഞാൽ മണ്ടനെ പോലെ വിഷ്ണു വിശ്വസിക്കുന്ന ചന്ദ്രബോസിനെ പറയുന്നത്,
ഇപ്പം വിഷ്ണുവിന് തോന്നുന്നുണ്ടാവും എനിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ള കാര്യം ഇത്രയും എടോ ഇത്രയൊക്കെ പറഞ്ഞാൽ കളക്ടറിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരല്ലേ ഞങ്ങൾ കളക്ടർ മാഡത്തിനെ പിണക്കിയാൽ നാളെ ഇവിടെ ജീവിച്ചിരിക്കാൻ തന്നെ പറ്റും അതുകൊണ്ടുള്ള മര്യാദ കളക്ടറിന്റെ അതുപോലെ ഹൃദയത്തിന്റെ ഇരിപ്പല്ലേ താൻ അപ്പം തന്നെ നല്ലപോലെ തന്നെ നോക്കണ്ടേ ഒരു VIP ട്രീറ്റ്മെന്റ് തന്നെ വേണം പിന്നെ ഇതിന്റെ അകത്ത് കട്ടിലൊന്നും ഇട്ട് തരാൻ പറ്റത്തില്ല ഒരു കൊതുതിരി വേണമെങ്കിൽ ഒപ്പിച്ചിടുക എടാ കൊതുതിരി കൊടുക്കണേ പക്ഷേ മാച്ച് ബോക്സ് കൈ കൊടുത്തേക്കില്ലേ കാരണം സ്മോക്ക് ചെയ്യുന്ന ശീലം ഉണ്ടെങ്കിലേ നമുക്ക് അതിന് തന്നെ വീട്ടിൽ തോന്നിയിരിക്കും അതുകൊണ്ട് ആ ഒരു പ്രലോഭനം വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ അതങ്ങ് തിരിച്ചു മേടിക്കാവുന്നേ ഉള്ളൂ പിന്നെ ചെയ്തുതരാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഫുഡല്ലേ വിഷ്ണു പറഞ്ഞാൽ മതി വിഷ്ണുവിന് എവിടുന്നാ ഫുഡ് ഏത് വീട്ടിൽ നിന്നാണോ ഹോട്ടലിൽ നിന്നാണോ എവിടെ നിന്നാന്ന് പറഞ്ഞാൽ മതി ഫുഡും വെള്ളമൊക്കെ വിഷ്ണുവിന് എപ്പം വേണോ അതനുസരിച്ച് ഞങ്ങൾ കൊടുത്തു എടോ നമ്മുടെ പോലീസുകാരുടെ പഴയ സ്വഭാവമൊന്നും കാണിക്കില്ല താൻ നല്ല മര്യാദയ്ക്ക് വിഷ്ണുവിന് എവിടുത്തെ ഫുഡാണോ താല്പര്യം അവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന് കൊടുത്തേക്കണം കളക്ടർ സാറിൻ്റെ ഹൃദയമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ നല്ലപോലെ തന്നെ എന്താണ് പരിഗണന വെക്കണം VIP ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ കളയാക്കും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തോ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും നേരം എന്നോട് സംസാരിച്ച ചന്ദ്രബോസിനും മധുശ്രീയോട് സംസാരിച്ച് വന്നതിന് ശേഷമുള്ള ചന്ദ്രബോസിനും എന്തോ വ്യത്യാസമുണ്ട് അതുപോലെ ആ കോൺസ്റ്റബിൾ പോലും ചിന്തിക്കുന്നു ഇങ്ങർക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ നേരെ ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കാണിച്ചാണ് എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് ചന്ദ്രൻ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് മധുശ്രീയായിട്ട് ചേർന്നിട്ട് വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കളയോ അപ്പം ഷാനി കേസിൻ്റെ പിറകെ നടക്കുന്നതും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അതോടെ അവസാനിക്കും ഷാലി പിന്നെ കരഞ്ഞു കരഞ്ഞ് ഒരു വഴിയാകുമ്പോഴത്തേക്കും ഷാലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും പല്ലുകുഞ്ഞ ഒരു സിംഹമായി ഷാലി മാറുമ്പം ഇവർക്ക് വീണ്ടും എന്താണ് കളത്തെ ഇറങ്ങി നല്ലപോലെ കളിക്കാമല്ലോ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്ലാൻ അപ്പോൾ ഇത് കാണിച്ചാണ് എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കാണുമോ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ സ്ലൈസിന് ആരും മറക്കണ്ട ബൈ